മക്കളെ സ്നേഹമാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഇന്നും നമ്മൾ നമ്മുടെ രാജാ ഓർ വിദ്രോഹി എന്ന് പറയുന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ രാജാ ഓർ വിദ്രോഹി എന്ന് പറയുന്ന പാഠം കുറച്ച് അധികം വലുതാണ്. അതുകൊണ്ട് പല മക്കൾക്കും മടി ഉണ്ടാവും അതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്റെ മക്കൾ എന്തായാലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അത് വായിച്ചിട്ടുണ്ടാവണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ ഒരു കഥയും ആ കഥാപാത്രങ്ങളുടെ ഡയലോഗും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല സൂപ്പർ ആയിട്ട് എക്സാമിൽ ക്വസ്റ്റ്യനിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ട് ആ നാടകം മുഴുവൻ എന്ത് ചെയ്യണം, എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഈ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജാവിന്റെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ആനുവൽ എക്സാമിന് മക്കൾക്ക് ഏത് ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്, നമ്മുടെ രാജാവിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആനുവൽ എക്സാമിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ അത് വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതെന്തായാലും പഠിക്കണം. പിന്നെ ഇനി 2 മാർക്കിന്റെയും 1 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന്ന് വരും അല്ലെ. എങ്ങനെ നോക്കിയാലും ഒരു 7 മാർക്കിനോ 6 മാർക്കിനോ നമ്മുടെ രാജാ ഓർ വിദ്രോഹി എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കും. അപ്പൊ ഈ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നാമത്തെ കാര്യം നമ്മുടെ പാഠം നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവാന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മക്കൾക്ക് എന്ത് തന്നിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് പഠിക്കാതെ പോകരുത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. വളരെ സിമ്പിൾ ആയിട്ട്, ഒരുപാട് വാരി വലിച്ചിട്ടൊന്നും അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുഞ്ഞു ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പഠിക്കാം. അത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ സൈഡിൽ ഇങ്ങനെ കുഞ്ഞു കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ലേ, ആ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ എന്താണ്, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാജാ ഓർ വിദ്രോഹി നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ പഠിക്കണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്യണം, എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യം നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാഠം നമുക്ക് തന്നത് തന്നെ എന്തിനാണ്, അതെ, അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ തന്നെ ഒരു എൻഡിങ് ആണ്. അഹങ്കാരം വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, നമുക്ക് എന്താണ് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതെപ്പോഴും തോൽവിയിലോട്ട് മാത്രമേ നമ്മൾ നയിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു പാഠമാണ് എന്തെന്ന് പറയുന്നത് രാജാ ഓർ വിദ്രോഹി. നമ്മൾ കണ്ടതാ, ആ രാജാവ് വേണ്ടാത്ത കുറെ അഹങ്കാരങ്ങളും വെച്ച് നടന്നു. പക്ഷെ എന്താണ്, ലാസ്റ്റ് തോറ്റു കൊടുക്കേണ്ടി വന്നു അല്ലെ നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് വായിച്ച് തന്നെ ഏകദേശം ഈ പാഠം എന്താണ് എന്നുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യും, കത്തോട്ടെ. അപ്പൊ നോക്കാം, സബ്സെ ബൽവാൻ രാജാ ബനേഗ. നമ്മുടെ പാഠത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് ആരാണ് രാജാവ് ആവുക എന്നുള്ളതിൽ എന്താണ് ഒരു തർക്കം നടക്കുന്നുണ്ടായിരുന്നു. ആര് തമ്മിൽ, നമ്മുടെ പിള്ളേര് തമ്മിൽ എന്താണ് ഒരു തർക്കം. ആരപ്പ രാജാവ് ആവുക, നീ ആവണോ ഞാനാവണോ എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ രാജ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കണേ, സബ്സെ ബൽവാൻ രാജാ ബനേഗ, ഏറ്റവും ബലവാനായിട്ടുള്ളത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ എന്താവാം, ഞാൻ രാജാവ് ആവാം എന്നൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഏറ്റവും ബലവാനായിട്ടുള്ള ശക്തിയുള്ള ആള് രാജാവാവും. ഇസ് വിചാർ സെ ആപ് കഹാൻ തക് സഹമത് ഹേ. ഈ ഒരു തോട്ടിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം, അതായത് ഒരു ഏറ്റവും ശക്തിയുള്ള ആളാണ് രാജാവാവണ്ടേ, ഇതിനോട് നിങ്ങൾ എന്താണ് യോജിക്കുന്നുണ്ടോ? സഹമത് ഹേ മീൻസ് എന്താണ്, യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. മക്കൾ യോജിക്കോ? ഒരിക്കലും യോജിക്കാൻ പാടില്ല. രാജാവിന് വെറും ശക്തി മാത്രം ഉണ്ടെങ്കിൽ നടക്കൂടാ, വേണ്ട, അത് പറ്റൂല. എന്തൊക്കെ വേണം, ഒരു രാജാവായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധി വേണം, കുറച്ച് നല്ല കുറച്ച് അധികം ബുദ്ധി വേണം. ഒരു രാജ്യത്തിന്റെ രാജാവാണല്ലേ, അപ്പൊ ബുദ്ധി വേണം, ശക്തി വേണം, പ്ലസ് എന്തും വേണം, ജനങ്ങളോട് സ്നേഹം വേണം. നമ്മുടെ ഇവിടുത്തെ രാജാവിന് ഒറ്റ ഒരു ചിന്തയുള്ള എന്താണ്, യുദ്ധം ചെയ്യണം, എല്ലാരും കൊന്നു കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു തോട്ടം വെച്ചുകൊണ്ട് നടന്ന ഒരാളും രാജാവാവത്തില്ല അല്ലെ. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് വേണം മക്കളെ എഴുതാൻ വേണ്ടിയിട്ട്. നോക്കാം, മേ സഹമത് നഹി ഹേ, ഞാൻ എന്തല്ല യോജിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. മേ സഹമത് നഹി ഹേ, നഹി വെച്ചെന്നാണ് അല്ല എന്ന് പറയാം കേട്ടോ. സിർഫ് ബലവാൻ ഹോനെ സേ, വെറും ബലവാൻ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് രാജാ നഹി ബൻത, രാജാവാറില്ല, രാജാവുകയും ഇല്ല അല്ലെ. ഗ്യാൻ മീൻസ് എന്താണ്, ബുദ്ധി. മക്കൾ പണ്ടേ പഠിച്ചതാണ്. ഗ്യാൻ മീൻസ് എന്താണ്, ബുദ്ധിയാണ് അല്ലെ. നിങ്ങൾ പണ്ടത്തെ ക്ലാസ്സിൽ തന്നെ ഗ്യാൻ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഗ്യാൻ മീൻസ് ബുദ്ധി വേണം. പിന്നെ എന്ത് വേണം, തഥ മീൻസ് എന്താണ്, മാത്രമല്ല ഓർ എന്നുള്ള അർത്ഥം കേട്ടോ. പ്രജാക്കെ പ്രതി, പ്രജ മീൻസ് എന്താണ്, നമ്മുടെ ഈ ഒരു ആൾക്കാരല്ലേ, നമ്മുടെ ജനങ്ങളോട് പ്രജകളോട് എന്തും വേണം, പ്യാറും വേണം, സ്നേഹവും വേണം എന്ന് നമ്മൾ പറയാണ് അല്ലേ. സ്നേഹവും ഹോനാ ചാഹിയെ വേണം. ഈ ഒരു 2 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഒരാൾ രാജാവുള്ളൂ. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ എന്റെ മക്കളൊന്ന് പഠിക്കാം. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, യോജിക്കാൻ പാടില്ല. ഞാൻ യോജിക്കുന്ന നല്ല സ്ട്രെങ്ത് വേണം എന്ന് പറയാൻ പാടില്ല. ബുദ്ധിയും വേണം, കൂടെ കുറച്ച് സ്നേഹം കൂടി വേണം, എന്നാൽ മാത്രമേ രാജാവത്തുള്ളൂ അല്ലെ. അടുത്തതൊരു ലോങ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നോക്കാം. പക്ഷെ ആൻസർ നമ്മൾ
വളരെ സിമ്പിൾ ആക്കിയിട്ട് എഴുതത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി. ഒരുപാട് വാരി വലിച്ചൊന്നും 2 മാർക്കിന് എഴുതാൻ നിൽക്കരുത്. ഇപ്പൊ മക്കൾക്ക് എക്സാമിന് വരികയാണെങ്കിലും തന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത്ര എഴുതിയാൽ മതി. നിങ്ങൾക്ക് സമയം പോവുകയുള്ളൂ. ഒരുപാടൊന്നും എഴുതി എന്ത് ചെയ്യരുത്, കഷ്ടപ്പെടരുത്. അപ്പൊ നോക്കാം. യാ സിർഫ് ഖേൽ ഹേ, അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ടായിരുന്നു എന്താണ്, ഇത് വെറും കളിയാണ്, വെറും കളിയാണ്. കുറച്ച് കുട്ടികൾ നിന്ന് കളിക്കുന്ന ഒരു നാടകം പോലത്തെ ഒരു കളിയാണല്ലോ ഇത്, നമ്മുടെ ഈ രാജ ഒരു വിദ്രോഹി എന്ന് പറയുന്നത്. നോക്കാം. യാ സിർഫ് ഖേൽ ഹേ, ഇത് വെറും എന്താണ്, ഒരു കളിയാണ്. രാജേൻ കെ രാജ ബന്നേമേ, രാജേൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടി രാജാവാവുന്നതിൽ ഹർജ് ക്യാ ഹേ, എന്താണ് തെറ്റുള്ളത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലെ. ബാദ് മേ തുമാരി ഭി രാജ ബന്നേ കി ബാരി ആയേഗി, പിന്നീട് നീയും എന്താവും, രാജാവാവാനുള്ള ചാൻസ് വരും എന്ന് പറയാണ്. അതായത് കുട്ടികളെല്ലാവരും ഒറ്റയടിക്ക് കളിച്ചു നിർത്തുന്ന പരിപാടിയല്ല ഇത്. ഇന്ന് രാജാവ് രാജേനാണെങ്കിൽ നാളെ എന്തായിരിക്കും, വേറെ നമ്മുടെ ഹേമായിരിക്കും രാജാവ്. അങ്ങനെ നമ്മൾ മാറി മാറി കളിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് കേട്ടോ. അപ്പൊ പറയാണ് ബാദ് മേ തുമാരി ബി, നാളെ എന്ത് ചെയ്യും, വീണ്ടും മാറിയിട്ട് നിനക്ക് എന്താണ് രാജാവാനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടും എന്ന് പറയാണ്. ഇസ് കഥൻ സേ, ഈ ഒരു പ്രസ്താവന കൊണ്ട് ബച്ചോं के खेल की, കുട്ടികളുടെ ഖേൽ കളിയുടെ കോൺസി വിശേഷത പ്രകട ഹോത്തി ഹെ, എന്ത് തരത്തിലുള്ള വിശേഷത നമുക്കൊക്കെ മനസ്സിലായത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു വിശേഷത മനസ്സിലാവുന്നുള്ളൂ. എന്താണ്, എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. ഒരാളെ മാത്രം വിഷമിപ്പിക്കേണ്ട എന്നുള്ളതാണ്, ഒരാള് മാത്രം വലിയ ആള് എന്നുള്ളൊരിതൊന്നും ഇല്ല. അവര് എല്ലാവർക്കും ചാൻസ് കൊടുത്തോണ്ടുള്ളൊരു കളിയാണ് അവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല. ഇത് വെറുതെ എന്താണ്, നമുക്ക് അറിയൂ എന്ന് നോക്കാൻ വേണ്ടി മാത്രം തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്ത് ചെയ്യാൻ എന്റെ മക്കളൊന്ന് പഠിച്ചു വെച്ചേക്കാം. നോക്കാം. ഹർ പാത്രവും കി, എല്ലാ പാത്രം മീൻസ് പാത്രമാണെന്ന് മക്കൾ വിചാരിക്കരുത്. ക്യാരക്ടേഴ്സിന് നമ്മൾ ഹിന്ദിയിൽ പാത്രവും എന്നാണ് പറയാ. പല മക്കൾക്കും തെറ്റിപ്പോവാറുണ്ട്, കഥാപാത്രം എന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത്. പാത്രം മീൻസ് എന്താണ്, കഥാപാത്രങ്ങളാണ് കേട്ടോ. ഭൂമിക മീൻസ് എന്താണ്, റോൾ ആണ് കേട്ടോ. കഥാപാത്രങ്ങളുടെ റോൾ എന്നുള്ള അർത്ഥമാണ്. റോൾ എന്നാണ് നമ്മുടെ എന്ത്, ഭൂമിക മീൻസ് കേട്ടോ. ഏക് ബച്ചോ കു കർനെ കാ മൗക, ഹർ ഏക്ക് എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും എന്താണ്, ഇങ്ങനെ ഒരു മോക്ക മീൻസ് എന്താണ്, ചാൻസ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കളിയുടെ പ്രത്യേകത. എല്ലാവർക്കും എന്തിന്റെ ഭൂമിക, രാജാവാൻ, ഇനി വേറെ ക്യാരക്ടറൊക്കെ ആവാനുള്ള ഒരു മോക്ക നമുക്ക് കിട്ടും. മോക്ക മീൻസ് അവസരമാണ്, ചാൻസ് ആണ്. അത് മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് കളിയുടെ പ്രത്യേകത. വലിയ സീനൊന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കണേ. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഹം കിസി സെ ഡർത്തെ നഹി, എനിക്ക് ഈ ഒരു നാടകത്തിൽ തന്നെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് തോന്നിയത് ആരായിരുന്നു, ഹേമ. ഓക്കെ, ഹേമിനെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ ജനങ്ങളുണ്ടല്ലോ, ഇവര് വളരെ കൂളായ മനുഷ്യന്മാരാണ്. ഒരു രാജാവിനെ എതിർക്കാൻ വേണ്ടി ഇവർക്ക് ഒരു മടിയും ഇല്ല അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നോക്കണേ. ഹം കിസി സെ ഡർത്തെ നഹി, ഞങ്ങൾ ആരും പേടിക്കുന്നൊന്നും ഇല്ല എന്ന് നമ്മുടെ ജനങ്ങൾ വന്ന് പറയുന്നുണ്ട് അല്ലെ. ലേക്കിൻ പക്ഷേ ഹം മഹാരാജ് സെ ലഡ്നാ നഹി ചാഹത്തെ, ഞങ്ങൾ പക്ഷേ മഹാരാജാവുമായിട്ട് എന്താണ്, ലഡായി മീൻസ് എന്താണ്, ഈ ലഡ്ന മീൻസ് എന്താണ്, യുദ്ധം ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ജനങ്ങളുടെ 2 ടൈപ്പ് ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. നോക്കാം. യഹാ ജനതാക്ക് കിസ് മനോഭാവ് കാ പരിചയം മിൽത്താ ഹേ, എന്ത് തരം മനോഭാവമാണ്, എന്ത് തരം എന്താണ് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമാണ് അല്ലെ. രാജാവിനെ കൊല വിളിക്കണം എന്ന് അവർക്കില്ല. അതേപോലെ തന്നെ രാജാവിനെ പേടിച്ചിരിക്കണം എന്ന് അവർക്കില്ല. രണ്ടിലും പെടാത്ത ഒരു രീതിയിലാണ് ഇവരിത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ജനങ്ങളുടെ എങ്ങനെയുള്ള മനോഭാവമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർ ആയിട്ടുള്ള ആൻസറുമാണ് നമ്മൾ എഴുതുന്നത്. യഹാ ജനതാക്കി, ഇവിടെ നമ്മുടെ ജനങ്ങളുടെ ബഹദൂരി മീൻസ് എന്താണ്, ധൈര്യം. ബഹദൂരി മീൻസ് എന്താണ്, ധൈര്യമാണ്. നമുക്കിവിടെ ജനങ്ങളുടെ എന്ത് കാണാൻ പറ്റും, ധൈര്യം കാണാൻ പറ്റും. അവര് രാജാവിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പേടിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ ഡർത്താഹേ എന്നാ പറയുന്നത്, ഞങ്ങൾ പേടിക്കണമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സോ അവരെന്താണ്, വളരെ ബഹദൂരി കാണിക്കുന്ന ആൾക്കാരാണ്. പ്ലസ് രാജാക്ക് പ്രതി സമ്മാൻ പ്രകട ഹോത്തെ, രാജാവിനോട് അവർ റെസ്പെക്റ്റും കാണിക്കുന്നുണ്ട്. രാജാവെ, നിങ്ങളോട് ഞങ്ങൾ ലഡായി ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ യുദ്ധം ഒന്നും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവരോട് എന്തും കാണിക്കുന്നുണ്ട്, റെസ്പെക്റ്റും കാണിക്കുന്നുണ്ട്. രണ്ടും ഒരേ സമയം കാണിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് കൂൾ ജനതേനെയാണ് നമ്മൾ ഈ ഒരു നാടകത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതെന്ത് ചെയ്യണം, എന്റെ മക്കൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നോക്കാം. യാനിക്ക് लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हैं. യെസ്, ഈ ഒരു ഭാഗം ഇതായിരുന്നേ. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രാജാവ് ഒരുമാതിരി സൈക്കോ ആണ് അല്ലെ. ഇതിന് കാരണങ്ങളൊന്നും ഇല്ലാതെ ഇവരെന്താ ചെയ്യുന്നത്, യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് യുദ്ധം ചെയ്യണം,
എനിക്ക് യുദ്ധം ചെയ്യാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് യുദ്ധം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ എന്ത് ചെയ്യണം, ഒന്ന് സഹായിക്കണം എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് സൈക്കോ രാജാവായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഈ രാജാവിന്റെ ഡയലോഗാണ് തന്നേക്കുന്നത്. യാനിക്ക്, അതായത് ലഡായിക്ക് ആനന്ദ്, യുദ്ധത്തിന്റെ ആനന്ദം. പറയുന്ന സ്റ്റൈല് നോക്കണേ, യുദ്ധത്തിന്റെ ആനന്ദം. യുദ്ധം ഒരു ആനന്ദിക്കാനുള്ള കാര്യമാണല്ലോ. അപ്പൊ നോക്ക, യുദ്ധത്തിന്റെ ആനന്ദം ഉല്ലാസത്തിൽ നിന്നും തും ലോക്, നിങ്ങൾ ജനങ്ങൾ മുജെ അലഗ് കർനാ ചാഹത്തെ ഹോ, എന്നെ നിങ്ങൾ വേർപിരിക്കാൻ വേണ്ടി നോക്കുകയാണോ? ആ യുദ്ധത്തിന്റെ ആനന്ദം ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടണം, നിങ്ങൾ എന്നെ അതിൽ നിന്ന് വേർപിരിക്കാൻ നോക്കുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ രാജാവ് ചോദിക്കുന്നുണ്ടായിരുന്നു. ലഡായി സെ ആനന്ദ് ഓർ ഉല്ലാസ് കാ അനുഭവ് കർനെ വാലെ, ഈ യുദ്ധം ചെയ്തിട്ട് സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഉല്ലസിക്കുന്ന ഒരു രാജാവ് എന്ന് പറയുന്നതിനോട് നിങ്ങളുടെ തോട്ട് എന്താണ്? അങ്ങനെ ഒരു രാജാവ് സൂപ്പർ ആയിരിക്കുമോ? അങ്ങനെ ഒരു രാജാവ് ഉണ്ടെങ്കിൽ ആ രാജ്യം കുട്ടിച്ചോറ് ആവത്തില്ലടാ. അപ്പൊ നോക്ക, അതാണ് അതിൽ നിങ്ങളുടെ അഭിപ്രായമാണ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ഒരു രാജാവ് ഉണ്ടെങ്കിൽ അത് ശരിയാവോ? ആ രാജാവിന് നമുക്ക് നിലനിർത്താൻ കഴിയോ എന്നൊക്കെയുള്ള ആ ഒരു സംഭവമാണ് ചോദിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം, ആൻസറും ചെയ്യണം. നോക്കാം, ഇസേ പത്താ ഹോത്തായേക്ക്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ്. അവർ, അതായത് ആ രാജാവ് ഏക് അച്ഛാ രാജാ നെയ്യേ, ഒരു നല്ല ഗുഡ് ആയിട്ടുള്ള രാജാവല്ല. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ളത്, കോംപ്ലിക്കേറ്റഡ് ആക്കേ വേണ്ട, സിമ്പിൾ ആയിട്ട്. അച്ഛാ രാജാ നെയ്യേ, അയാൾ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു രാജാവാണ്, കിങ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. ഉസ്കെ പാസ്, അയാളുടെ അടുത്ത് ന്യായ് കേലിയെ കോയി സ്ഥാൻ നെയ്യേ, ന്യായം എന്ന് പറയുന്നതിന് ഒരു സ്ഥാനം ആരുടെ അടുത്തില്ല, ആ രാജാവിനില്ല. ന്യായം എന്താന്ന് പോലും അയാൾക്ക് അറിയില്ല. യുദ്ധം, എന്ത് കുഞ്ഞു തെറ്റുണ്ടെങ്കിലും യുദ്ധം ചെയ്യണം, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ആ രാജാവിനുള്ളത് അല്ലെ. അയാൾക്ക് ന്യായത്തിന് ഒരു സ്ഥാനം അയാൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് കുമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇത് പഠിച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഉണ്ടായിരുന്നു. അതില് ജനതാക്കി ഭീഡ് മേ മിൽ ജാന, ഇസ്കാ മത്ലബ് ക്യാ ഹേ? ജനതാക്കാ ഭീഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ജനങ്ങളുടെ കൂട്ടത്തില് ലയിച്ചു ചേരുക എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഓക്കെ, സാധാരണ ജനതാ കെ സാത്ത് സാധാരണ ജനതാ ജേസാ ജീന. ഓക്കെ, ജനങ്ങളുടെ കൂടെ ലയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരിക്കും അവിടെ? ഓക്കെ, ഒന്നുമില്ല, സാധാരണ ജനങ്ങളുടെ കൂടെ ജീവിക്കുക എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെ. ഒരു ആഡംബരങ്ങളും ഇല്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ള ആ ഒരു സംഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതും എന്ത് ചെയ്യണം എന്റെ മക്കൾ പഠിക്കാൻ, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിച്ചേക്കും. ഇങ്ങനെയുള്ള ഒരു സംഭവം കൊണ്ട് എന്താണ് അർത്ഥമാക്കിയത്, ഇസ്കാ മത്ലബ് ക്യാ ഹേ എന്ന് പറഞ്ഞിട്ട് 2 മാർക്സിനൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് എഴുതേണ്ടി വരും. ഒന്നില്ല, സാധാരണ ജനങ്ങളുടെ കൂടെ സാധാരണ ജനതാ ജേസ എന്താണ്, ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ്? ലഡായി കെ ബിനാ ഹി രാജാനെ അപ്നാ അധികാർ ജനതാ കോ സോംപ് ദിയ. ഓക്കെ, ലഡായി കെ ബിന, ലാസ്റ്റിലോട്ട് നമ്മൾ കാണുന്നത് എന്തായിരുന്നു? ഈ ഒരു രാജാവിന് ലഡായി ഒക്കെ ചെയ്യണം, യുദ്ധം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിയും വിവരവും ഉള്ളതുകൊണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും താല്പര്യമില്ല, നിങ്ങൾ രാജിവെച്ച് പോകണം എന്ന്, എങ്ങനെയൊന്ന് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അയാൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ രാജാവ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധം ഒന്നും ചെയ്യാതെ രാജിവെക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അപ്പൊ നോക്കുക, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലഡായി കെ ബിന, യുദ്ധം ഒന്നും ചെയ്യാതെ രാജാനെ അപ്പനെ അധികാര ജനതാക്കോ സോംപ് ദിയ, രാജാവ് തന്റെ അധികാരം, ആർക്ക് അധികാരം? ജനങ്ങൾക്ക്. സോംപ് ദിയ എന്ന് വെച്ചാൽ പങ്കുവെച്ചു കൊടുത്തു, അല്ലെങ്കിൽ എന്താണ്, അവർക്ക് മറിച്ച് നൽകി എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ നമുക്ക് അവർക്ക് നൽകി അല്ലെ, സോംപ് ദിയ എന്ന് വെച്ചാൽ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. സംഭവ ഹോപ്പായ, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ പറയാം. എന്താണ്? ഷായത് ഒരു പക്ഷേ രാജാക്കോ അപ്പനി ഗൽത്തി സമജ് ഗയാവുക, ചിലപ്പോൾ തന്റെ തെറ്റ് അയാൾക്ക് മനസ്സിലായി കാണണം, അതുകൊണ്ടായിരിക്കണം അയാൾ എന്ത് ചെയ്തത്, രാജിവെച്ച് പോയത് അല്ലെ. അപ്പൊ നോക്കാം, ഇസ്ലിയെ വാപ്പന അധികാർ ജനതാക്കു സോംപതിയ. ഓക്കെ, അതുകൊണ്ടാണ് അയാൾ അധികാരം നൽകിയത് നമ്മുടെ ഈ ഒരു ജനങ്ങൾക്ക് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. ഇത്രയും കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ടായിരുന്നു, നമ്മുടെ രാജാ ഒരു വിദ്രോഹി എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്യണം, എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ഏകദേശം എന്തായിരിക്കും, ഇതിൽ നിന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്, ഇതിൽ നിന്ന് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇനിയും നമുക്ക് വരാനുണ്ട്. നമുക്ക് ബോൺസായി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. ആ ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബോൺസായി ഒരു കുഞ്ഞു കവിതയായിരുന്നു, സൂപ്പർ കവിതയായിരുന്നു. അതും കൂടിയാണ് നമുക്ക് എന്താ നമ്മുടെ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഈ 2 ചാപ്റ്റർ മാത്രമാണോ ഉള്ളത്? അല്ല, ഇനി മുമ്പ് തൊട്ടുള്ള ഫുൾ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു വരാനുണ്ട്. അപ്പൊ ഇപ്പോഴേ തുടങ്ങിക്കോളാം, അധികം സമയമുണ്ട് എന്നൊന്നും മക്കൾ വിചാരിക്കേണ്ട.
ഒരു ഫെബ്രുവരി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ കേട്ടോ. അത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, ഉഴപ്പി നടക്കാൻ പാടില്ല. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.